ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള ബന്ധത്തിന് കാലങ്ങളുടെ പഴക്കമുണ്ട്. ഇപ്പോൾ ഇസ്രയേൽ ഇന്ത്യയെ ചതിച്ചു എന്ന് പറഞ്ഞാൽ ശരിയാവും? അങ്ങനൊരു വിവാദം ഉണ്ടായിട്ടുണ്ട്. അത് ദൗർഭാഗ്യകരമാണ്. ഇസ്രയേലും ഇന്ത്യയും തമ്മിലുള്ള ആരോഗ്യകരമായ ബന്ധം, ഇന്ത്യയിലെ നല്ല ശതമാനം ആളുകൾ ഇസ്രയേലിന് അനുകൂലമായ നിലപാടെടുക്കുന്ന ഈ കാലത്ത് ഇസ്രയേലിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച ഉണ്ടായോ എന്ന് ചോദിച്ചാൽ, ഇസ്രയേൽ പ്രധാനമന്ത്രിയൊന്നും അല്ലല്ലോ ഈ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പ്രധാനമന്ത്രിമാർ ചെയ്യുന്ന കാര്യങ്ങൾ വേറെയാണ്. നയപരമായ കാര്യങ്ങൾ, രാജ്യാന്തര ബന്ധങ്ങളൊക്കെ ചെയ്യും. ഇതിപ്പോൾ ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ്, ഇസ്രയേലിൻ്റെ സൈന്യം ഒരു മാപ്പ് പ്രസിദ്ധീകരിച്ചു. ഈ മാപ്പ് നെതന്യാഹു അല്ല പ്രസിദ്ധീകരിക്കുന്നത്, നമ്മൾ ഓർക്കണം. ഈ മാപ്പ് സത്യത്തിൽ ഇന്ത്യയെക്കുറിച്ചുള്ളൊരു മാപ്പല്ല. ആ മാപ്പിൽ ഈ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായ കാശ്മീർ പാകിസ്ഥാൻ്റെതാണെന്ന് കാണിച്ചിരിക്കുന്നു എന്നാണ് വിവാദം. ഇതിപ്പോൾ ഇസ്രയേൽ വിരുദ്ധരായ ഇന്ത്യ ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യുന്നതിൽ ദേഷ്യമുള്ള നമ്മുടെ നാട്ടിലെ സുഡാപ്പികളടക്കമുള്ളവർ വലിയ കാര്യത്തിൽ പൊക്കിക്കൊണ്ടുവരുന്നുണ്ട്. വിവാദമായി വരുന്നേ ഉള്ളൂ. അവർ പറയുന്നത് കണ്ടില്ലേ, ഇന്ത്യ ഇങ്ങനെ നാണം കെട്ട് അടിവരയിട്ടാണ് നാണം കെട്ട് ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്നു. ഇസ്രയേലോ ഒരു മാപ്പ് പ്രസിദ്ധീകരിച്ചപ്പോൾ, ഇസ്രയേലിൽ ആരെങ്കിലും അല്ല, ഇസ്രയേൽ പട്ടാളം IDF ഒരു മാപ്പ് പ്രസിദ്ധീകരിച്ചപ്പോൾ ഇന്ത്യ എക്കാലത്തും നമ്മുടേതാണ് എന്ന് ഉറപ്പിച്ചു പറയുന്ന, അവിടെ വേറൊരാളും ഇടപെടാൻ പാടില്ല എന്ന് പറയുന്ന നമ്മുടെ കാശ്മീർ പാകിസ്ഥാൻ്റെ ആയിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു. നോർത്ത് ഈസ്റ്റിലെ സംസ്ഥാനങ്ങൾ ചൈനയുടേതായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ കാമ്പയിൻ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള പരമ്പരാഗതമായിട്ടുള്ള ബന്ധം എന്ന് പറയാൻ പറ്റില്ല. നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമാണ് ഇസ്രയേൽ അനുകൂലമായ നിലപാട് ഇന്ത്യ സ്വീകരിക്കുന്നത്. കാരണം ഇസ്രയേലും ഇന്ത്യയും നേരിടുന്ന ഭീഷണി എന്ന് പറയുന്നത് ഒരേപോലെ ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ ഭീഷണിയാണ്. മാത്രമല്ല, ഇന്നലെ തന്നെ ഐക്യരാഷ്ട്രസഭയിൽ പ്രമേയം വന്നു, ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ അമേരിക്ക ഉൾപ്പെടെ 10 രാജ്യങ്ങൾ പ്രമേയത്തെ എതിർത്തു. ഏതാണ്ട് 132 രാജ്യങ്ങൾ യുദ്ധം നിർത്തണമെന്നാവശ്യപ്പെട്ട് പ്രമേയത്തിൽ അനുകൂലമായി വോട്ട് ചെയ്തു. ഇന്ത്യ വോട്ട് ചെയ്തില്ല. അനുകൂലമായിട്ടും എതിരായിട്ടും വോട്ട് ചെയ്തില്ല. ഫലത്തിൽ ഇസ്രയേലിനെ സഹായിക്കുന്ന നിലപാടാണ് യുദ്ധം നിർത്തണം എന്നുള്ള അഭിപ്രായം ഇന്ത്യക്കില്ല. അങ്ങനെ പ്രത്യക്ഷമായും പരോക്ഷമായും ഇസ്രയേലിന് അനുകൂലമായ നിലപാടുകൾ എടുത്തു വരുന്ന രാജ്യമാണ് ഇന്ത്യ. മാത്രമല്ല, യുദ്ധത്തിൻ്റെ കാലത്ത് ബൈഡൻ തന്ത്രപ്രധാനമായ ബോംബുകൾ ഖാൻ യൂനിസും അറാഫയും ഒക്കെ ആക്രമിക്കുന്ന സമയത്ത് കൊടുക്കാതിരുന്നപ്പോൾ ഇന്ത്യയാണ് അത് കൊടുത്തതും ആ പ്രദേശങ്ങൾ കീഴടക്കാൻ സഹായിച്ചത് ഇന്ത്യൻ ആയുധങ്ങൾ കൊണ്ടാണെന്ന് ഇന്ത്യയിലെ ഇസ്രയേലി അംബാസഡർ ഡൽഹിയിൽ വെച്ച് പറയുകയുണ്ടായി. അത് അതിനുശേഷം ട്രംപ് വന്നതിന് ശേഷം നമ്മൾ കണ്ടതാണ്. ഈ വലിയ അന്ന് ബൈഡൻ തടഞ്ഞു വച്ചിരുന്ന ബങ്കർ ബസ്റ്റർ ബോംബുകളൊക്കെ ഡസൻ കണക്കിന് കണ്ടെയ്നറുകളായിട്ട് ഇസ്രയേലിലേക്ക് കൊണ്ടുപോകുന്ന വീഡിയോസും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇന്ത്യ നിർണായകമായ സഹായം ആയുധം കൊടുത്തും നയതന്ത്ര തലത്തിലും ഇസ്രയേലിനെതിരെ വരുന്ന നിലപാടുകളെ അനുകൂലിക്കാതെ നിലപാടെടുത്തുമാണ് ഇന്ത്യ പോകുന്നത്. കാരണം PLOയുടെ കാലത്തൊക്കെ പലസ്തീൻ അനുകൂലമായി നിലപാടെടുത്ത രാജ്യമാണ്. ഇന്ദിരാഗാന്ധിയാണ് യാസർ അറാഫത്തിനെ കെട്ടിപ്പിടിച്ച ആളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള നിലപാടിൽ നിന്ന് മാറിയിട്ടാണ് നമ്മൾ ഇസ്രയേൽ അനുകൂലമായ നിലപാടാണ് നമ്മൾ എടുക്കുന്നത്. ഇത് ഇവിടെ ഉള്ള ഇടതുപക്ഷക്കാരെ, പിണറായി വിജയൻ മുതൽ കാന്തപുരം മുതൽ ലീഗിൻ്റെ പാണക്കാട് തങ്ങൾ വരെയുള്ള ആളുകളെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യ ആയുധം കൊടുക്കരുതെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഇടതുപക്ഷം പ്രശാന്ത് ഭൂഷൺ ഹർജിയുമായിട്ട് പോയത്. പിണറായി വിജയൻ പറയുന്നു ഇസ്രയേൽ ഒരു തെമ്മാടി രാജ്യമാണെന്ന് പറയുന്നു. അങ്ങനെയൊക്കെ ഇന്ത്യയുടെ ഇസ്രയേൽ അനുകൂല നിലപാടിൽ ആഭ്യന്തരമായി നമുക്ക് നമ്മുടെ ഭരണാധികാരികളോട്, പ്രധാനമന്ത്രിയോട് എതിർപ്പുണ്ട്, ഇവിടുത്തെ മുസ്ലിമുകൾക്കും ഇടതുപക്ഷത്തിനും. അപ്പോഴും ഇന്ത്യ പാറ പോലെ ഇസ്രയേലിനോട് നിൽക്കുകയാണ്. അപ്പോഴാണ് ഇസ്രയേലിൻ്റെ ഭാഗത്ത് നിന്ന് ഇന്ത്യ വിരുദ്ധമായ ഒരു നിലപാടുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചിലരൊക്കെ രംഗത്ത് വരുന്നത്. അതിനൊരു വടി അവർക്ക് കിട്ടി. പക്ഷെ വടി അവർക്ക് കിട്ടിയത് യഥാർത്ഥത്തിൽ എൻ്റെ കയ്യിലുണ്ട് ആ ചിത്രം. ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് ഒരു മാപ്പ് പ്രസിദ്ധീകരിച്ചു. ഇന്ത്യയുടെ മാപ്പല്ല, ഇറാൻ സെൻട്രലായിട്ട് ആ മാപ്പ് നമുക്ക് പ്രേക്ഷകരെ കാണിക്കാം. ഇറാനാണ് നടുക്ക്. ഇറാന് ചുറ്റും കുറേ വൃത്തങ്ങൾ വരച്ചിരിക്കുകയാണ്. അപ്പോൾ ഇറാനോട് ചേർന്ന് ചുവപ്പ് നിറം, പക്ഷേ ഏറ്റവും ഡേഞ്ചറസ് ആണ്. പിന്നെ അകന്നകന്ന് പോകുമ്പോൾ ബ്രൗൺ കളറ്, എന്നിട്ട് ഇങ്ങനെ വൃത്തം വരച്ചിരിക്കുകയാണ്. വൃത്തം എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും മിസൈലിൻ്റെ റേഞ്ചാണ്. ഓരോ മിസൈലുകൾക്കും ഏതെല്ലാം സ്ഥലത്ത് എത്ര കിലോമീറ്റർ മിസൈലുകൾ അയക്കാൻ, ഇന്ന ഏരിയ മുതൽ ഇന്ന ഏരിയ വരെ ഇത്ര കിലോമീറ്റർ എന്ന് കാണിക്കുന്നൊരു മാപ്പ്. ആ മാപ്പ് പ്രസിദ്ധീകരിച്ചിട്ട് ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സസ് IDF പറഞ്ഞിരിക്കുന്നു, ഇറാൻ ഈസ് എ ഗ്ലോബൽ ത്രെറ്റ്. ഇറാൻ ഒരു
ലോകത്തിന് തന്നെ ഭീഷണിയാണ്. ഇസ്രായേൽ ഈസ് നോട്ട് ദ എൻഡ് ഗോൾ, ഇറ്റ് ഈസ് ഓൺലി ദ ബിഗിനിങ്. വി ഹാഡ് നോ അതർ ചോയ്സ് ബട്ട് ടു ആക്ട്. ഇസ്രായേൽ ഈസ് നോട്ട് ദ എൻഡ് ഗോൾ. ഇസ്രായേൽ എന്നോടുകൂടി ഇറാൻ്റെ കലിപ്പ് അവസാനിപ്പിക്കത്തില്ല. ഇറാൻ ഇപ്പോൾ അണവായുധം ഉണ്ടാക്കുകയാണ്. ഇസ്രായേലിനെ അവസാനിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല ഇറാൻ ഈ ബോംബ് ഉണ്ടാക്കുന്നത്. ഇറ്റ് ഈസ് ഓൺലി ദ ബിഗിനിങ്. അതൊരു തുടക്കം മാത്രം. ഇസ്രായേൽ ഇറാൻ്റെ ഒരു ലക്ഷ്യം മാത്രമാണ്. ഇറാന് ഇസ്രായേലിനെ ആണവ ബോംബ് ഉണ്ടാക്കി നശിപ്പിക്കണം. പിന്നെ അവരുടെ ലക്ഷ്യം എന്താണെന്നറിയോ? അവർക്ക് ലോകം മുഴുവൻ നശിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം ലോകത്ത് മേധാവിത്വം ഉണ്ടാക്കണം അണുബോംബ് കാണിച്ചിട്ട്. അപ്പോൾ ഇത് ഇറാൻ അണുബോംബ് ഉണ്ടാക്കുന്നത് ഇസ്രായേലിന് നേരെയുള്ള ഭീഷണി മാത്രമല്ല, ഇസ്രായേൽ ഒരു ലക്ഷ്യം മാത്രമാണ്. അത് കഴിഞ്ഞാൽ ഇസ്രായേലിനെ ആണവായുധമിട്ട് തകർത്ത് കഴിഞ്ഞാൽ ഇവർ ഈ ആണവായുധമായിട്ട് ലോകത്തെ മറ്റ് പല രാജ്യങ്ങളെ നശിപ്പിക്കും. കാരണം അവർക്ക് ഇസ്ലാമിക ലോകമുണ്ടാക്കണം. വി ഹാഡ് നോ അതർ ചോയ്സ് ബട്ട് ടു ആക്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ വഴിയില്ല, ആക്ട് ചെയ്തേ പറ്റുള്ളൂ, അടിക്കാതെ നിവർത്തിയില്ല, ഞങ്ങൾ അതുകൊണ്ടാണ് അടിക്കുന്നത്. അത് എന്ന് വിശദീകരിക്കുന്ന ഒരു മാപ്പ്. ഈ മാപ്പിൽ നേരത്തെ പറഞ്ഞല്ലോ, ഇറാനാണ് ഏറ്റവും മധ്യത്തിലുള്ള രാജ്യം. ഇറാനിൽ നിന്ന് ഇങ്ങനെ ആദ്യത്തെ വളയത്തിൽ ഇറാനോട് ചേർന്നുള്ള ആദ്യത്തെ വളയത്തിൽ അഫ്ഗാനിസ്ഥാൻ കാണിക്കുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനിലേക്ക് 300 കിലോമീറ്റർ എന്ന് ആദ്യത്തെ വൃത്തം, ഇറാൻ ടു അഫ്ഗാനിസ്ഥാൻ 300 കിലോമീറ്റർ കാണിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത വളയം പാകിസ്ഥാനാണ്. പാകിസ്ഥാനിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലേക്ക് 500 കിലോമീറ്റർ എന്ന് കാണിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പാകിസ്ഥാൻ കഴിഞ്ഞിട്ടൊരു വലയമുണ്ട്. അത് കഴിഞ്ഞ് ഇന്ത്യ എന്നൊരു വലയമുണ്ട്. ആ വലയത്തിൽ കാണിക്കുന്നത് ഇന്ത്യയുടെ വലയത്തിലേക്ക് 1300 കിലോമീറ്റർ. ഇറാനിൽ നിന്ന് 1300 കിലോമീറ്റർ. ഇറാനിൽ നിന്ന് 1300 കിലോമീറ്റർ റേഞ്ചിലുള്ള ഒരു മിസൈൽ തൊടുത്താൽ ഇന്ത്യയിലെത്തും. അതായത് ഇറാന് ഒരാണവ ആയുധം ഉണ്ടായാൽ ആ ആണവായുധം എവിടെ വരെയൊക്കെ എത്തിക്കാൻ കഴിയുമെന്നാണ് ഈ മാപ്പിൽ കാണിക്കുന്നത്. അതായത് 2000 കിലോമീറ്റർ ശേഷിയുള്ള ഒരു മിസൈലിൽ ഇറാൻ ഈ ആണവായുധം തൊടുത്താൽ അത് നമ്മുടെ കേരളത്തിലെത്തും. പിന്നെ ഇന്ത്യ കഴിഞ്ഞിട്ട് ഇന്ത്യയുടെ പകുതി, ഇന്ത്യയുടെ ഈ രണ്ട് വൃത്തങ്ങളിൽ ഇന്ത്യ വരുന്നുണ്ട്. 1300 കിലോമീറ്റർ മിസൈൽ റേഞ്ച് പരിധിയിലും 2000 കിലോമീറ്റർ മിസൈൽ റേഞ്ച് പരിധിയിലും ഇന്ത്യ വരുന്നുണ്ട്. അങ്ങനെയുള്ള കുറേ സർക്കിളുകൾ, അതായത് ടെഹ്റാനിൽ നിന്ന് അല്ലെങ്കിൽ ഇറാനിൽ നിന്ന് ഒരു മിസൈൽ അയച്ചാൽ 2000 കിലോമീറ്റർ വരെ ശേഷിയുള്ള മിസൈലുകൾ ഇപ്പോൾ ആർക്കുണ്ട്? ഇറാനുണ്ട്. ആ മിസൈലുകളിൽ ആണവായുധം തൊടുത്താൽ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ഇന്ത്യ, ചൈന, കസാക്കിസ്ഥാൻ, ഇനി ഇടതുവശത്തേക്ക് മാറിയാൽ റഷ്യ, ടർക്കി, ഇസ്രായേൽ, ജോർദാൻ, സൗദി അറേബ്യ, എത്തോപ്യ, സുഡാൻ, ലിബിയ, ബൾഗേറിയ, റൊമാനിയ, ഉക്രൈൻ, ഇത്രയും രാജ്യങ്ങൾക്ക് ഇറാൻ്റെ ആണവ പദ്ധതി ഇമ്മീഡിയറ്റ് ത്രട്ടാണ്. കാരണം ഇത്രയും രാജ്യങ്ങളിലേക്ക് എത്താൻ ശേഷിയുള്ള മിസൈലുകൾ ആർക്കുണ്ട്? ഇറാനുണ്ട്. അതുകൊണ്ട് ഇത് ഞങ്ങൾക്കെതിരെ മാത്രമുള്ള ഭീഷണിയല്ല, ഇത്രയും രാജ്യങ്ങൾക്കെതിരെയുള്ള ഭീഷണിയാണെന്ന് കാണിക്കുന്ന ഒരു മാപ്പ് ഒരു ഇറാനെ നടുക്ക് വെച്ചിട്ട് ഇങ്ങനെ സർക്കിൾ ചെയ്ത് വരച്ചു. ആ മാപ്പ് ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് വലുതാക്കുന്ന ചിത്രം പ്രേക്ഷകരെ കാണിക്കാം. വലുതാക്കി എടുത്ത് നമ്മൾ ഇന്ത്യയുടെ ഭാഗം ഇങ്ങനെ വലുതാക്കാം. ഇന്ത്യ, ചൈന ആ പോർഷൻ മാത്രം എടുത്താൽ, അതായത് 300 കിലോമീറ്റർ ഇറാനിൽ നിന്ന് പോയാൽ അഫ്ഗാനിസ്ഥാൻ, പിന്നെ ഒരു 500 കിലോമീറ്റർ പോയാൽ പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കും, പിന്നെ 800 കിലോമീറ്റർ പോയാൽ പാകിസ്ഥാനിലും ഇന്ത്യയിലെയും ഭാഗത്തെത്തും എന്ന് പറയുന്ന ആ രണ്ട് വൃത്തം പോകുന്നിടത്ത് നോക്കുമ്പോൾ പാകിസ്ഥാൻ എഴുതിയിട്ട് കാശ്മീരിൻ്റെ ഭാഗത്ത് പാകിസ്ഥാൻ എഴുതിയിട്ടുണ്ട്. പാകിസ്ഥാൻ അത് ശരിക്കും നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ ഇന്ത്യയുടെ ആ ഭാഗം പാകിസ്ഥാൻ്റെ ആണ് എന്നല്ല എഴുതിയിരിക്കുന്നത്. അതായത് പാകിസ്ഥാനിലേക്ക് ഈ മിസൈൽ കടന്നു വരുന്ന റേഞ്ച് എന്ന് വരച്ച് വെച്ചിരിക്കുമ്പോൾ ഇന്ത്യയുടെ ഭൂപടത്തിൻ്റെ മുകളിൽ കൂടെ പോയി എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയിലെ കാശ്മീരിലേക്കും വരാം എന്ന് മാത്രം വിവക്ഷിക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ദുഷ്ടബുദ്ധികൾക്കാണ് വേണമെങ്കിൽ ഇത് പാകിസ്ഥാന്റെ ഭൂപടത്തിലേക്ക് ഇന്ത്യയെ എടുത്തു കൊടുത്തു എന്ന തരത്തിൽ വ്യാഖ്യാനിക്കാം. അതിനകത്ത് പൊളിറ്റിക്സ് ഉണ്ട്. ദോഷം കണ്ടെത്തുക എന്നുള്ളത് ദോഷം കണ്ടെത്തലല്ല, അതത്ര നിഷ്കളങ്കമല്ല. കാരണം ഇപ്പം നമ്മൾ ഇന്ത്യയിലെ സർക്കാർ, BJP സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ അകൈതവമായ പിന്തുണ ഇസ്രായേലിന് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അത് ആ പിന്തുണ കൈപ്പറ്റുന്ന ഇസ്രായേൽ നന്ദികേട് കാണിച്ചു. പാകിസ്ഥാന്റെ ഭൂപടത്തിൽ
ഈ കാശ്മീരിനെ വരച്ചു ചേർത്തു എന്ന് പറഞ്ഞ് കൗണ്ടർ ക്യാമ്പയിൻ നടത്താനുള്ള ഒരു കുന്നായ്മയുടെ ഭാഗമായിട്ടാണ് ഇതിനെ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നത്. കാരണം ആ ചിത്രം കാണുന്ന ആർക്കും അറിയാം. ചിത്രം ഒരിക്കൽ കൂടി കാണിക്കാം, നമുക്ക് പ്രേക്ഷകർ ഒന്നുകൂടെ കാണിക്കട്ടെ, കൂടുതൽ സമയമെടുത്ത് പ്രേക്ഷകരെ കാണിക്കാം. ഒരു തവണ കൂടെ നമ്മുടെ സ്ക്രീനിൽ നമുക്കൊന്നുകൂടെ കാണിക്കാം. അത് വന്നിട്ട് വലുതാക്കി അതിൻ്റെ 2 ആംഗിളും കാണിക്കാം. നമ്മുടെ മാപ്പെടുത്ത് അങ്ങോട്ട് കൊടുത്തിരിക്കുകയല്ല. ഇത് വലിയ വിവാദമാക്കിക്കൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ ഇന്നത്തെ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ ഇതൊന്നും ആരും അറിഞ്ഞു വരുന്നേ ഉള്ളൂ. ഏതായാലും അറിഞ്ഞു വന്നിട്ട് ഇന്ന് ഇത് കത്തിക്കും, ഉറപ്പാണ്. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ആളുകൾ കണ്ടില്ലേ ഇസ്രായേലിനെ പിന്തുണച്ചിട്ട് എന്തായിരുന്നു പിണറായി വിജയൻ വരെ പറയും, അല്ലെങ്കിൽ ഗോവിന്ദനെങ്കിലും പറയും, ബേബി ഉറപ്പായിട്ടും പറയും. അതുകൊണ്ട് ഇസ്രായേലിന് അനുകൂലമായ നിലപാട് മാറ്റണം എന്നൊക്കെയുള്ള പൊളിറ്റിക്കൽ കമ്പനി ഇപ്പോൾ ആരംഭിക്കാൻ പോവാണ്. ആ സമയത്ത് നമ്മളിത് വളരെ കാര്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ മാപ്പ്, അതുകൊണ്ട് മാപ്പ് നമുക്ക് വീണ്ടും കാണിക്കാം. പക്ഷേ ഇതിനൊരു റിയാക്ഷൻ വന്നു. അതായത് ഇതിങ്ങനെ വിവാദമാക്കാൻ പോകുന്ന അറിഞ്ഞപ്പോൾ തന്നെ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിൻ്റെ അടുത്ത പോസ്റ്റ് വന്നു. അതായത് ഈ പോസ്റ്റ് ഒരു ഇലസ്ട്രേഷൻ ഓഫ് ദ റീജൻ, ആ മേഖലയുടെ ഒരു പടം മാത്രമാണ്, ഇതൊരു മാപ്പായിരുന്നില്ല. അതായത് പ്രിസൈസ്ലി തയ്യാറാക്കിയ, വളരെ കൃത്യമായി ആക്യുറേറ്റായിട്ട് തയ്യാറാക്കിയ ഒരു മാപ്പല്ല. ഒരു മിസൈലിൻ്റെ റേഞ്ച് എന്തൊക്കെയാണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ വൃത്തം വരച്ച് പോയതാണ്. കാണുന്ന ആർക്കും മനസ്സിലാവുക. എന്നാൽ ഇസ്രായേൽ ഇപ്പോൾ പറയുകയാണ്, വി അപ്പോളജൈസ് ഫോർ എനി ഒഫൻസ് കോസ്ഡ് ബൈ ദിസ് ഇമേജ്. എന്നിരുന്നാലും ആർക്കെങ്കിലും ഇതുകൊണ്ട് വേദനയുണ്ടെങ്കിൽ ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നുവെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഇപ്പോൾ പോസ്റ്റിട്ട് അവർ തന്നെയാണ് ഈ മാപ്പ് പ്രസിദ്ധീകരിച്ചത്. അതുകൊണ്ട് അവർ തന്നെ മാപ്പും പറഞ്ഞു. അപ്പോൾ നോക്കൂ, ഇസ്രായേലിൻ്റെ നിലപാട് എത്ര നിഷ്കളങ്കമാണ്. കാരണം അവർ ഒരു ഇറാൻ എന്ന് പറയുന്ന, ഞങ്ങൾ ഇറാനെ ആക്രമിക്കുന്നു, ഇറാൻ ആണവായുധം ഉണ്ടാക്കുന്നതുകൊണ്ട് ഇറാനെ ആക്രമിക്കുന്നു എന്ന് പറയുമ്പോൾ, ഞങ്ങൾ മാത്രമല്ല, ഞങ്ങൾ കഴിഞ്ഞാൽ ഞങ്ങൾ അവർ ബാക്കിയുള്ളവരെയും വെച്ചേക്കത്തില്ല, അവൻ്റെ ലക്ഷ്യം ഇതൊക്കെയാണ് എന്ന് പറയാൻ വേണ്ടി വരച്ച ഒരു മാപ്പിനെയാണ് ദുഷ്ടബുദ്ധിയോടെ ഇന്ത്യ ഇസ്രായേൽ സഖ്യം തകർക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിനാക്കാൻ ഇവിടെ ശ്രമം ആരംഭിക്കാൻ പോകുന്നത്. ഇത് മനസ്സിലാക്കി ഒരുപക്ഷെ ഇന്ത്യ ഇസ്രായേലിനെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ടാവാം. അത് ഇമ്മീഡിയറ്റ്ലി അത് അറിഞ്ഞ നിമിഷം തന്നെ പരസ്യമായി ഇസ്രായേൽ സൈന്യം ഞങ്ങൾ ഉദ്ദേശിച്ചതാണ്, ഒരു മാപ്പൊന്നുമല്ല, ഒരു രേഖാചിത്രമാണ്, ഒരു ഇലസ്ട്രേഷനാണ്, അതിലാർക്കെങ്കിലും വേദനിച്ചെങ്കിൽ ഞങ്ങൾ മാപ്പപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് ഇസ്രായേൽ രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ ഈ ദുഷ്ടബുദ്ധികൾക്ക് ദുരുദ്ദേശമുണ്ട്. കാരണം എങ്ങനെയെങ്കിലും ഇസ്രായേലിനെതിരായ നിലപാട് ഇന്ത്യ സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇത് ക്യാമ്പയിനാക്കാൻ പോവുകയാണ്. ഈ ക്യാമ്പയിനാക്കാൻ പോകുമ്പോൾ നമ്മുടെ ആളുകൾ ഇത് മനസ്സിലാക്കണം എന്ന് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യക്ക് നിർണായക ഘട്ടങ്ങളിൽ സഹായമായി നിന്നിട്ടുള്ള രാജ്യമാണ് ഇസ്രായേൽ. ഇന്ത്യ തിരിച്ച് ഇസ്രായേലിനെയും അങ്ങനെ സഹായിക്കുന്നുണ്ട്. ഇന്ത്യ ഇസ്രായേൽ ബന്ധം വഷളാക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് ഈ ഒരു പടം ആയുധമായി കിട്ടുമെങ്കിൽ അവർ വെറുതെ പടമായി പോകത്തേ ഉള്ളൂ. കാരണം ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അവർക്ക് തെറ്റുപറ്റിയെന്നും അതിൽ മാപ്പ് ചോദിക്കുന്നുവെന്നും പറഞ്ഞ് വന്നു കഴിഞ്ഞു. അതിനപ്പുറത്തേക്ക് ഇതിനൊരു വ്യാഖ്യാനവുമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.